Hello dears, എല്ലാവർക്കും സുഖല്ലേ? Hope you all are keeping safe at homes. എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ? മാത്സ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇന്ന് മാത്സ് അല്ല പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. ഈ വരികൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആരുടെയാണ്? വള്ളത്തോൾ നാരായണ മേനോന്റെ സാഹിത്യമഞ്ജരി എന്ന കൃതിയിലെ ഏതാനും വരികളാണ്. കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് അതില്? ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം അല്ലെ? ഭാരതം എന്ന് കേൾക്കുമ്പോൾ അഭിമാനം കൊള്ളണമെന്നാണ് പറയുന്നത് അല്ലെ? അങ്ങനെ അഭിമാനം കൊള്ളണമെങ്കിൽ നമുക്ക് ഭാരതത്തെ പറ്റി കുറച്ചെങ്കിലും അറിവ് വേണ്ടേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഭാരതത്തിന്റെ ചരിത്രം, ഭാരതത്തിലെ സാംസ്കാരിക പൈതൃകം, ഭാരതത്തിലെ കലകൾ, ഭാരതത്തിലെ ഭാഷകൾ, ഇവയൊക്കെ പറ്റി കുറച്ചെങ്കിലും അറിവ് വേണ്ടേ? വേണം അല്ലേ? പക്ഷെ നിങ്ങൾക്ക് അറിവുണ്ടോ? കുറച്ചു പേർക്കൊക്കെ നല്ല അറിവുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ കുറിച്ചും ഏതാനും കലകളെ കുറിച്ചുമാണ്. എന്താണ്? ദി കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ ആൻഡ് ദി ആർട്ട് ഫോംസ് ഇൻ ഇന്ത്യ. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. നമുക്ക് ടോപ്പിക് ഒന്ന് കാണാം. എന്താണ് കൾച്ചറൽ ഹെറിറ്റേജ്? രണ്ട് വാക്കുകൾ ചേർന്നതാണല്ലേ കൾച്ചറൽ ഹെറിറ്റേജ്. ഏതൊക്കെയാണ്? കൾച്ചറും ഹെറിറ്റേജും. സാംസ്കാരിക പൈതൃകം അഥവാ സംസ്കാരം പ്ലസ് പൈതൃകം. ഇതാണ് സാംസ്കാരിക പൈതൃകം. എന്താണത്? ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം, തലമുറകളായി നമ്മുടെ പൂർവികരിൽ നിന്നും നമുക്ക് ലഭിച്ച കുറച്ച് കാര്യങ്ങളാണല്ലേ അവിടെ പറയുന്നത്. എന്തൊക്കെയായിട്ട് വരും? സ്വത്തും പണമൊക്കെ ആണോ? അല്ല അല്ലെ, സ്വത്തും പണമൊന്നുമല്ല. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താജ്മഹൽ, അത് പണ്ട് ആൾക്കാർ ഉണ്ടാക്കിയതാണ്. ആരുണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. പണ്ടത്തെ ആൾക്കാർ ഉണ്ടാക്കിയതാണ്. പൂർവികർ ഉണ്ടാക്കി. പക്ഷെ അത് നമ്മളെന്നും നമ്മുടെ ഭാരതത്തിന്റെ ഒരു അംശമായി തന്നെ നമ്മൾ കണക്കാക്കി ജീവിക്കുന്നു അല്ലെ? അപ്പോ തലമുറകളായി നമ്മളിലേക്ക് എത്തിച്ചേർന്ന ഭാരതത്തിന്റെ അംശമായി ഇന്നും നിലനിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഏകദേശം ഒരു രൂപം മനസ്സിലായല്ലോ? അതിനൊരു ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കിയാലോ? The cultural heritage is the legacy of physical artifacts and intangible attributes of a group or society that is inherited from past generations. Not all legacies of past generations are heritage, rather heritage is a product of selection by society. Culture plus heritage equals cultural heritage. Heritage is a property, something that is inherited, passed down from previous generations. Cultural heritage implies a shared bond belonging to a community. എന്താണ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് മനസ്സിലായല്ലേ? ഇനി why this class? എന്തിനാണ് ടീച്ചർ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിയോ? കൾച്ചറൽ ഹെറിറ്റേജിനെ പറ്റി പഠിക്കേണ്ട ആവശ്യകത എന്താണ്? നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മളാക്കി മാറ്റുന്ന നമ്മുടെ ഭാരതത്തെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ടല്ലേ? നമുക്കത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലെ? അപ്പോ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ കുറിച്ച്, ഇപ്പൊ നിങ്ങൾ കളമശ്ശേരിയിലാണ് ജീവിക്കുന്നതെങ്കിൽ കളമശ്ശേരിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമല്ലേ? അല്ലെ? ഒരാളോട് കളമശ്ശേരിയെ പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെയാണ് നമ്മുടെ മാതാവായ നമ്മുടെ ഭാരതവും. അപ്പൊ ഭാരതത്തെ പറ്റി കുറച്ചെങ്കിലും അറിവ് നമുക്ക് വേണം. ആ അറിവ് വളർത്താൻ വേണ്ടിയിട്ടും ഭാരതത്തോടുള്ള ഒരു ദേശഭക്തി നമ്മളിൽ വളർത്താൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ടീച്ചർ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന ക്ലാസ് കേൾക്കണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് വീണ്ടും കിടക്കാം. കൾച്ചറൽ ഹെറിറ്റേജ് എന്താണെന്ന് മനസ്സിലായി. ഇനി വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ്? ടീച്ചർ എക്സാമ്പിൾ പറഞ്ഞു അല്ലെ? താജ്മഹൽ എന്നുള്ള എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ കൾച്ചറൽ ഹെറിറ്റേജിനെ തന്നെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നോ? ടാഞ്ചിബിൾ കൾച്ചർ, ടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്, intangible cultural heritage and
നാച്ചുറൽ ഹെറിറ്റേജ്. ടീച്ചർ ബോർഡിലൊന്നും എഴുതട്ടെ. എന്തിനെയാണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? കൾച്ചറൽ ഹെറിറ്റേജ് അല്ലെ? Cultural heritage is divided into 3. Tangible cultural heritage, intangible cultural heritage, and natural heritage. ഇനി ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പഷ്ടമായി ടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജില് വരുന്നത് എന്തൊക്കെയാണെന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ താജ്മഹൽ, കുത്തബ് മിനാർ, മൈസൂർ പാലസ് ഇതെല്ലാം വരുന്നത് നമ്മുടെ ടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിലാണ്. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് തൊടാൻ പറ്റുന്ന കാര്യങ്ങൾ, ബിൽഡിങ്സ് ആവാം, മോണ്യുമെന്റ്സ് ആവാം, മ്യൂസിയംസ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൈതൃകമായി നമുക്ക് വന്നു ചേർന്ന കാര്യങ്ങളെല്ലാം വരുന്നത് ടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിനാണ്. ഇനി ഇൻടാഞ്ചിബിൾ പറഞ്ഞാൽ ടാഞ്ചിബിൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇൻടാഞ്ചിബിൾ എന്താണ്? നമുക്ക് പണ്ടത്തെ പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറെ കഥകളും കുറെ ട്രഡീഷൻസും കുറെ കസ്റ്റംസും സോഷ്യൽ പ്രാക്ടീസസും ഒക്കെ ഇല്ലേ? ഫോക്ലോർസ്, നാടോടി കഥകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നാടൻ പാട്ടുകൾ, നാടോടി കഥകൾ, ഇതെല്ലാം വരുന്നതാണ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്. അതായത് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, ഇല്ല, നമ്മൾ ഇതെല്ലാം അറിയുകയാണ്, ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കണ്ടും തൊട്ടും മനസ്സിലാക്കുന്നതല്ല, തലമുറകളായി വായ്മൊഴിയിലൂടെയോ അങ്ങനെ പറഞ്ഞോ അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മളിലേക്ക് എത്തിച്ചേർന്നവയാണ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്. അപ്പൊ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ മനസ്സിലായല്ലോ. നാച്ചുറൽ ഹെറിറ്റേജ്. നാച്ചുറൽ ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ബയോഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഇവയെല്ലാമാണ് നമ്മുടെ നാച്ചുറൽ ഹെറിറ്റേജിൽ വരുന്നത്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വൈൽഡ് ലൈഫ് സാങ്ച്വറി പോലത്തെ കാര്യങ്ങളൊക്കെ. ബയോസ്ഫിയർ, ബയോഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം എന്നൊക്കെ നിങ്ങൾ ബയോളജിയിലും സയൻസിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വരുന്നതാണ് പ്രകൃതിയായി തന്നെ നിൽക്കുന്ന, എന്നുവെച്ചാൽ ഇപ്പൊ ആമസോൺ കാടുകളൊക്കെ വർഷങ്ങളായി അങ്ങനെ തന്നെ നിന്ന് വരുന്ന, പക്ഷെ നമ്മുടെ ഭൂമിയുടെ ഒരു ഭാഗമാണ്. അതേപോലെ ഇന്ത്യയുടെ ഭാഗമായ കുറെ കാര്യങ്ങളുണ്ട്. ഓരോ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്കുകളെല്ലാമാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം വരുന്നത് എവിടെയാണ്? നാച്ചുറൽ ഹെറിറ്റേജിലാണ്. അപ്പൊ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്കിതൊരു ടേബിൾ ആയിട്ടും നോക്കാം, എക്സാമ്പിൾസ് ഒക്കെ വെച്ച് ടേബിൾ ആയിട്ടും നോക്കാം. Classification of cultural heritage. It's classified into tangible culture, intangible culture, and natural heritage. Tangible culture. Tangible cultural heritage refers to things that we can store or physically touch. Examples: monuments, museums, traditional clothing, tools, buildings, artwork, and modes of transportation. Intangible cultural heritage refers to things that are not physical items but exist intellectually. Examples: oral traditional songs, folklores, superstitions, myths, rituals, values, social practices, knowledge, and skills to produce traditional craft. Natural heritage refers to the sum total of the elements of biodiversity, including flora and fauna, ecosystem, and geological structures. Examples: Great Himalayan National Park, Kaziranga National Park, Colorado National Park, Manas Wildlife Sanctuary, Nanda Devi and Valley of Flowers National Park, Sundarbans National Park. അപ്പോൾ എന്താണ് കൾച്ചറൽ ഹെറിറ്റേജ്? സാംസ്കാരിക പൈതൃകം. അതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. ഏതൊക്കെയാണോ ക്ലാസിഫിക്കേഷൻ? ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ്. ഇനി ഇതില് ടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ വരുന്ന എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ. മോണ്യുമെന്റ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടീച്ചർ ഒരു 10 മോണ്യുമെന്റ്സിനെ പറ്റി പറയാം. 10 അല്ല, അതിൽ കൂടുതൽ മോണ്യുമെന്റ്സ് ഉണ്ട് നമ്മുടെ ഭാരതത്തില്. പക്ഷെ now we are going to discuss about 10 major monuments, major famous monuments in India. നമുക്ക് നോക്കാം. നമുക്ക് ഓരോന്നും പിക്ചറും കുറച്ച് ഡീറ്റെയിൽസും മാത്രമേ ടീച്ചർ പറഞ്ഞു തരാം. ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ടുള്ളവര് ഇതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്ത് ശരിക്കും പഠിക്കണം കേട്ടോ. ഇതെല്ലാം നമുക്ക് ആവശ്യം വരും.
നമ്മളിപ്പോ PSC എഴുതുകയാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇന്ത്യൻ ഹിസ്റ്ററി ഇല്ലാത്ത ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലെ. ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതെല്ലാം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് വെറുതെ ആവില്ല, പഠിക്കുന്നത് വെറുതെ ആവില്ല ഒരിക്കലും. അപ്പൊ ടീച്ചർ പറയുന്ന കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. അതെല്ലാം ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. അപ്പൊ നമുക്ക് ഓരോ മോണ്യുമെന്റ്സ് ആയിട്ട് നോക്കാം. അപ്പൊ സ്ലൈഡ്സ് ഓരോന്ന് കാണാം കേട്ടോ. Taj Mahal. It's located at Agra, Uttar Pradesh. It is enlisted in the 7 wonders of the world. It's built by Shah Jahan in the memory of his wife Mumtaz. It's about 17 hectares of area. It's built between 1632 to 1653 by Ustad Ahmad Lahori, the architect. Next, Golden Temple, located at Amritsar, Punjab. It's also called Harmandir Sahib and Darbar Sahib. It's the sacred Sikh Gurudwara completed by the 4th Sikh Guru, Guru Ram Das, in 1577. Next is Meenakshi Temple at Madurai at the southern banks of river Vaiga, dedicated to Parvati and Shiva. This shrine houses 33,000 sculptures in its 14 gopurams. It's built by King Kulashekara Pandya between 1190 to 1216 CE. Next is Mysore Palace. Mysore is also known as the City of Palace at Karnataka. Mysore Palace is the official residence of Wadiyar dynasty and seat of Kingdom of Mysore. Its style of architecture is Indo-Saracenic style. The architect is Henry Irwin, honor Maharani Pramoda Devi Wadiyar. Gateway of India at Mumbai, Maharashtra. It's also known as Taj Mahal of Mumbai. It's built to commemorate the visit of King George V and Queen Mary to Bombay in 1911 December. Its architect is George Whitted, and the completion of this Gateway of India was done on 1924. Red Fort at New Delhi, built by Mughal Emperor Shah Jahan in 1648. Its walls are built of red sandstone and is declared as World Heritage Sites. The architect of Red Fort is Ustad Ahmad Lahori. Hawa Mahal at Jaipur, Rajasthan. It's the Palace of Winds. It's built from red and pink sandstones by Maharaja Savi Pratap in 1799. It's a unique 5-story structure. Qutub Minar at New Delhi. It is the one of the tallest towers in the world and second tallest minar of India. It's about 7.25 meters, consisting around 379 stairs and decorated with Arabic and Brahmi inscriptions. Sanchi Stupa at Sanchi, Madhya Pradesh. It's a Buddhist complex built by Emperor Ashoka in 3rd century BCE. It is the oldest stone structure. Charminar at Hyderabad, Telangana. It's a mosque built on 1591 with 4 minarets. It's the emblem of the state Telangana and architect Mir Mumin Astaravadi. എത്ര മോണ്യുമെന്റ്സ് പഠിച്ചു? 10 മോണ്യുമെന്റ്സ് പഠിച്ചു അല്ലേ? ഒരു 5 എണ്ണം ഓർത്ത് പറഞ്ഞേ. 5 എണ്ണം പറഞ്ഞു. വെരി ഗുഡ്. അപ്പോ ഇനി നമ്മൾ ടീച്ചർ ഒരു കാര്യം കൂടി പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആർട്ട് ഫോംസ് ഇൻ ഇന്ത്യ അല്ലെ. മോണ്യുമെന്റ്സിനെ പറ്റിയും ആർട്ട് ഫോംസിനെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടീച്ചർ ആദ്യം പറഞ്ഞു. അപ്പൊ ഇനി കുറച്ച് ആർട്ട് ഫോംസിനെ, ഫോക്ക് ആർട്സിനെ പറ്റിയാണ് ടീച്ചർ ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കണേ. അപ്പൊ നമുക്ക് ഫോക്ക് ആർട്സിനെ പറ്റി പഠിക്കാം. ഫോക്ക് ആർട്സ് എന്താണ്? നാടോടി കലകൾ അല്ലെ. അതായത് പണ്ട് മുതലേ ഈ സാംസ്കാരിക പൈതൃകത്തിൽ തന്നെ പെടുന്ന ഒരു കാര്യമാണ്. പണ്ട് മുതലേ പൂർവികർ ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചേർന്ന കാര്യങ്ങളാണ് ഈ ഫോക്ക് ആർട്സ് എന്ന് പറയുന്നത്. കുറച്ച് ഫോക്ക് ആർട്സ് നമുക്ക് നോക്കാം. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് അത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നതെന്നും കൂടി ടീച്ചർ പറഞ്ഞു തരാം. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. Folk Arts of India. Madhubani painting, also known as Mithila art. It's found in Mithila region of Bihar, mostly done by women. The usage of bright earthy colors and complex geometrical patterns could be seen in this art. This painting is done with a variety of tools including fingers, twigs, brushes, nib pens and matchsticks, and using natural dyes and pigments. Please look at the picture. Tanjore art or Tanjavur paintings.
It's Tanjavure's South Indian painting style found in Tamil Nadu. It's a folk art linked with the forgotten art of storytelling. Each work is a complete narration in itself, giving us a glimpse of the past. Look at the picture of Kamadhenu Tanjore art. Next is the interesting art Varli art, found in Maharashtra. Varli is the vivid expression of daily and social events of a Varli tribe of Maharashtra, used by them to embellish the walls of village houses. This was the only means of transmitting folklore to a populace not acquainted with the written word. Patachira painting, a painting done on canvas. It's manifested by a rich, colorful application, creative motifs and designs, and portrayal of simple themes, mostly mythological in depiction. It's found at Raghurajpur craft village of Puri district. Next is Kalameluthu. You all may have seen this in your nearby temples. It's mostly found in Kerala. It's a ritualistic art practiced in temples and sacred groves of Kerala, where the representation of deities like Kali and Lord Ayyappa are made on the floor. It refers to the pictorial representation of the deities on the floor, kalam, using colored powders, kolapodi, during ceremonies. Next is the famous Gond art, found predominantly from Madhya Pradesh, also quite common in Andhra Pradesh, Maharashtra, Chhattisgarh, and Odisha. It's a painting from folk and tribal art, which is rich in detail, color, mystery, and humor. So, what all we studied today? What is cultural heritage? What is the importance of studying cultural heritage? What are the classifications of cultural heritage? We studied 10 major monuments of India and 6 folk arts in India. അല്ലേ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റി പറയാൻ പറ്റുമല്ലോ? എല്ലാം ഒന്ന് കണ്ണടച്ചിരുന്നോ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഏകദേശമൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. ഇനി ഇതിനെപ്പറ്റി കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ വേറെ മോണ്യുമെന്റ്സ് ഒക്കെ കിട്ടും, വേറെ ഫോക്ക് ആർട്സ് കിട്ടും, മ്യൂസിയംസ് കിട്ടും. അപ്പൊ എല്ലാത്തിനെ പറ്റിയും ഗൂഗിളിൽ ഇല്ലാത്ത കാര്യങ്ങളില്ല അല്ലെ, നമ്മുടെ ഗൂഗിൾ ദൈവം. അപ്പൊ ഗൂഗിളിലൊക്കെ ഒന്ന് അടിച്ചു നോക്കുക. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ടീച്ചർ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി തീർന്ന നമ്മുടെ ടാഗോറിന്റെ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു കവിതയിലെ കുറച്ചു ഭാഗങ്ങള് ടീച്ചർ ആലപിച്ചിട്ട് അല്ലെങ്കിൽ ചൊല്ലിയിട്ട് നമുക്ക് ക്ലാസ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഇതെല്ലാം എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. അതായത് ഇപ്പൊ ഗീതാഞ്ജലി ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഈ കവിതകളെല്ലാം നമ്മള് ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലെ, നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് നമ്മൾ പറഞ്ഞു കൊടുക്കണം വേണ്ടേ? എവിടെ നിർഭയമാകുന്നു മാനസം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേൾക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയാണ്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്നും ആരും മറന്നു പോകരുത്. താങ്ക് യു. നമുക്ക് കവിത ഒന്ന് കേട്ടു നോക്കാം അല്ലെ. ഗീതാഞ്ജലി, രവീന്ദ്രനാഥ് ടാഗോർ. എവിടെ നിർഭയമാകുന്നു മാനസം, അവിടെ നിൽക്കുന്നു ശേഷം സമുന്നതം. എവിടെ വിജ്ഞാനം സർവസ്വതന്ത്രമായി അവികലമായി വിരാജിപ്പു നിത്യവും. എവിടിടുങ്ങിയ തുണ്ടുകളാകുന്നീലവനി രാജ്യമതിലിന്നിരകളായി. എവിടെ സത്യത്തിനാഴത്തിൽ നിന്നു താൻ ഉറവെടുക്കുന്നു വാക്കുകളൊക്കെയും. എവിടെ യുക്തിതൻ നീരൊഴുക്കാചാരപ്പഴമതൻ മണൽ കാട്ടില്ലയിപ്പീല. എവിടെ നിസ്തന്ത്രമുദ്യമം കൈകളെ പരമലക്ഷ്യത്തിൻ നേർക്കു നീട്ടുന്നുവോ. എവിടെ അന്തരംഗത്തെ നയിപ്പു നീ
സതതം വ്യാപിക്കും ചിന്താകർമ്മങ്ങളിൽ. അവിടെ മുക്തിതൻ സ്വർഗരാജ്യത്തിലേക്കെൻ്റെ നാടൊന്നുണരണേ ദൈവമേ. അവിടെ മുക്തിതൻ സ്വർഗരാജ്യത്തിലേക്കെൻ്റെ നാടൊന്നുണരണേ ദൈവമേ. നന്ദി.